കഴുതകളെ നമ്മൾ കണ്ടിട്ടില്ലേ? കഴുതകൾ ഭാരം ചുമക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അവയുടെ ചുമലിലേറ്റിയ ഭാരം കൂടുന്തോറും അവയുടെ നടത്തത്തിൻ്റെ വേഗതയും കുറയും. അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സും. എത്രത്തോളം ആദികളും ചിന്തകളും മനസ്സിലുണ്ടോ അത്രത്തോളം മനുഷ്യന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാതെ വിഷമിക്കേണ്ടി വരും. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നീ ഒരു കാര്യത്തെക്കുറിച്ചും കുഞ്ഞെ ആകുലപ്പെടരുത്. മനുഷ്യജീവിതത്തിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത് ആകുലതയിലാണ്. ഇന്നലകളെക്കുറിച്ച് ദുഃഖിക്കുന്നതും നാളകളെ ചിന്തിച്ച് ഭാരപ്പെടുന്നതും സത്യത്തിൽ മണ്ടത്തരമാണ്. പലരും കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത്, സംഭവിച്ചു പോയതിനെ ഓർത്ത് വേദനിച്ച് ദുഃഖിച്ച് കരയുന്നു. ഇന്നലെ അങ്ങനെ സംഭവിച്ചു, ഇന്നലെ അങ്ങനെ ഉണ്ടായി, അതോർത്ത് വേദനിക്കുകയാണ്, ആകുലപ്പെടുകയാണ്. ഇന്ന് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ പോലും അവർക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. കാരണം അവർ ഇന്നലകളെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് നാളെ എന്താണ് എന്ന് വിചാരിച്ച് വളരെ ആകുലപ്പെട്ട് കഴിയുകയാണ്. ഇന്ന് എന്ന ദിവസത്തെ അവർക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നില്ല. നാളെ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അവർ ആകുലപ്പെടുകയാണ്. അങ്ങനെ ഒന്ന് സംഭവിക്കുകയില്ല താനും. നമ്മുടെ ആകുലതകളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലപ്പെടരുത്, വിചാരപ്പെടരുത്. അതെ, ഒന്നിനെക്കുറിച്ചും, നാളകളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒന്നിനെ പറ്റിയും ഇനി ഭാരപ്പെടേണ്ട. കർത്താവുണ്ട് കുഞ്ഞെ നിൻ്റെ കൂടെ. അവിടുന്ന് ഒരു നാളും നിന്നെ തള്ളിക്കളയില്ല.